നമസ്കാരം. 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ എന്തൊക്കെയാണ് കൈയിട്ടു വാരിതെന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ അന്തം വിട്ടിരിക്കുന്നത് ഇവർക്ക് വോട്ടു രേഖപ്പെടുത്തി കക്കാനും മോഷ്ടിക്കാനും 10 വർഷം കൊടുത്ത അന്തം കമ്മികൾ പോലുമാണ്. ഒന്നും രണ്ടുമല്ല, സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ടാക്സ് കൊടുത്ത് ഖജനാവിൽ നിറച്ച കോടികളാണ് പല വകുപ്പുകളായി പിണറായിയും കൂട്ടരും അടിച്ചുമാറ്റി തിന്നുകൊടുത്തത്. എല്ലാം അടിച്ചുമാറ്റിയ കഥ പറയാൻ ഒരൊറ്റ വാർത്ത മതിയാകില്ല. അതുകൊണ്ട് തന്നെ അവയിൽ ചിലത് നമുക്ക് പറഞ്ഞു പോകാം. ഇടതു സർക്കാരിന്റെ കാലത്ത് ജനപ്രതിനിധികളുടെ ചികിത്സയ്ക്കായി ഖജനാവിൽ നിന്നും ചിലവായത് ഒന്നും രണ്ടുമല്ല 38 കോടിയിലധികം രൂപ. ആരോഗ്യരംഗത്ത് വിദേശ രാജ്യങ്ങൾ പോലും കൊതിയോടെ നോക്കി നിൽക്കുമെന്ന് വീണ ജോർജ് ഘോരഘോരം പ്രസംഗിച്ച, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പോലും അന്തം വിട്ട് കണ്ണും തള്ളി നിന്നു എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സംവിധാനങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും ഉണ്ടായിട്ടും 38 കോടി മുടക്കി നിങ്ങളൊക്കെ എന്താണ് ചികിത്സിച്ചത്? ചികിത്സിക്കേണ്ടിയിരുന്നത് 38 കോടിയല്ല 380 കോടി മുടക്കിയായാലും നിങ്ങൾക്കൊക്കെ വോട്ടു ചെയ്ത് വിജയിപ്പിക്കാനും ഇപ്പോഴും നിങ്ങൾക്കൊക്കെ സിന്ദാബാദ് വിളിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന അന്തം കമ്മികളുടെ തലച്ചോറാണ്. സർക്കാർ ആശുപത്രികളിൽ OP ടിക്കറ്റിന് 5-10 രൂപ മാത്രം കൊടുക്കേണ്ട കാലത്ത് അവനവൻ ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾക്ക് പോലും വിശ്വാസമില്ലാതിരുന്നിട്ട് സാധാരണ ജനങ്ങളെ കൊല്ലാൻ ഇട്ടുകൊടുത്തതിന്റെ കണക്ക് ഒന്ന് പറയട്ടെ. 2023 കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം പെട്ടതു മുതൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ കൊണ്ട് മരണപ്പെട്ട, ആശുപത്രിയിൽ ചികിത്സ വൈകി മരണപ്പെട്ട നിരവധി പേരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഓർമ്മകളായി മാറിയത്. അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവമായി മാറിയത് ചികിത്സാ പിഴവ് മൂലം കൈമുറിച്ചു മാറ്റേണ്ടി വന്ന പെൺകുട്ടിയുടെ ദയനീയാവസ്ഥയായിരുന്നു. ഇങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ ഉയരുമ്പോൾ ഡോക്ടർമാർ പോലും പലകുറി ആശുപത്രിയിലെ ചികിത്സാ സംവിധാനങ്ങൾ മതിയായതല്ല എന്ന് പ്രസക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ അവരെയൊക്കെ ഒതുക്കി തീർത്തുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തര നിലവാരത്തിലുള്ളതാണ് എന്ന് വാദിച്ച പിണറായി വിജയൻ എത്ര പ്രാവശ്യമാണ് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോയത്? പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കും ഫോളോ അപ്പിനുമായി 1-ലധികം തവണയാണ് പോയത്. 2025 റിപ്പോർട്ടുകൾ പ്രകാരം 4ാമത്തെ മെഡിക്കൽ സന്ദർശനവും 2026 ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3 പ്രധാന ചികിത്സാ സന്ദർശനങ്ങൾക്കായി സർക്കാർ ചികിത്സാ ചെലവ് അനുവദിച്ചതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ? ഇവിടെ കേരളത്തിൽ ആശുപത്രികൾ പോരാഞ്ഞിട്ടാണോ അതോ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ പിണറായി അമേരിക്കയിൽ പോയി ചികിത്സിച്ചത്? അപ്പോൾ ന്യായമായും ചോദിക്കാം, രാഷ്ട്രീയത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്കും അങ്ങനെ ചില ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന്. പക്ഷേ ആ ആനുകൂല്യങ്ങൾ കിട്ടുന്ന തരത്തിൽ നിങ്ങളെ ഉന്നതങ്ങളിൽ എത്തിച്ചത് സാധാരണ മനുഷ്യരുടെ വോട്ടുകളാണ്. അധ്വാനിക്കുന്നവന്റെയും സാധാരണ മനുഷ്യരുടെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന, മടിയിൽ കനമില്ല എന്ന് പറയുന്ന, അധികാര കൊതിയും സാമ്പത്തിക കൊതിയുമില്ല എന്ന് പറയുന്ന പിണറായി വിജയന് എന്തുകൊണ്ടാണ് സ്വന്തം സംവിധാനത്തിന് കീഴിലുള്ള ആശുപത്രികളെയും ചികിത്സയെയും വിശ്വാസമില്ലാത്തത്? അല്ല, ഇനി അമേരിക്കയിൽ പോയേ മതിയാകൂ എന്നുണ്ടായിരുന്നെങ്കിൽ അതിന് സർക്കാർ ഖജനാവിൽ നിന്നല്ലായിരുന്നു പണമെടുക്കേണ്ടത്. മകളും അപ്പനും കൂടി കട്ടുമുടിച്ച കുറേയേറെ തുകയുണ്ടല്ലോ, അതിലൊരല്പം എടുത്ത് ചികിത്സിക്കണമായിരുന്നു. തീർന്നില്ല മിസ്റ്റർ പിണറായി, ഇനിയുമുണ്ട് കണക്കുകൾ. പിണറായി വിജയൻ ആദ്യ 6.5 വർഷത്തിനിടെ നടത്തിയ വിദേശ യാത്രകൾ 15 എണ്ണം. കടകംപള്ളി സുരേന്ദ്രൻ 13 വിദേശയാത്രകൾ, EP ജയരാജൻ 7 വിദേശയാത്രകളും. 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകളുടെ എണ്ണം ആകെ 30. 17 രാജ്യങ്ങൾ സന്ദർശിച്ചതായി വിവരാവകാശ രേഖകളിൽ പോലും പറയുന്നു. ഇതൊന്നും പിണറായിയും ഈ പറയുന്ന നേതാക്കന്മാരും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല, കേരളത്തിലെ മനുഷ്യരുടെ പണമാണ്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട പണമാണ്. ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വിദേശയാത്രകൾ നടത്തി നിങ്ങൾ നശിപ്പിച്ചു തീർത്തത്. ഇതിനൊക്കെ പുറമെയാണ് പ്രളയ സമയത്തും ഓഖി സമയത്തുമൊക്കെ സാധാരണക്കാരുടെ കാരുണ്യത്തെയും കണ്ണുനീരിനെയും വിറ്റു കാശാക്കി കീശ നിറച്ച് ഇറങ്ങിപ്പോയത്. കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സിക്കാൻ തയ്യാറാകാത്ത, കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറാകാത്ത, സഞ്ചരിക്കാൻ ഹെലികോപ്റ്ററും പരിവാരങ്ങളും തയ്യാറാക്കുന്ന, അത്യാധുനിക വാഹന വ്യൂഹമൊരുക്കുന്ന, ഒരു വട്ടം പോലും കേരളത്തിലെ സാധാരണക്കാരെ പോലെ അടുത്ത കാലങ്ങളിലൊന്നും ജീവിക്കാത്ത, ഇറങ്ങി നടന്നിട്ടില്ലാത്ത പിണറായി വിജയനാണ് പറഞ്ഞത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കേരളത്തെ വികസനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിട്ടാണ് താൻ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയത് എന്ന്. സമ്പൂർണ്ണ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാണ് കേരളമെന്ന്,
മുന്തിയ ഹോട്ടലിൽ കയറി ഖജനാവിന്റെ കാശെടുത്ത് ഓരോന്ന് വാങ്ങി ഉരുള പിടിച്ച് കുഴച്ചു മറിച്ച് തിന്നുമ്പോൾ കൊഴുത്തു മുഴുത്ത മീൻ വേണമെന്ന് പറയുമ്പോൾ ചുറ്റിനും കാണുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. അതിനൊരു വട്ടമെങ്കിലും സാധാരണ മനുഷ്യരെ കാണാൻ, കേൾക്കാൻ അവർക്കിടയിൽ ജീവനിൽ ഭയമെന്ന് പറഞ്ഞ് കടുക് തുറന്ന് ഒളിച്ചിരിക്കാതെ ഇറങ്ങി നിൽക്കണമായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം നിങ്ങളുടെ ദയകാത്തു കിടന്ന കുറെ സ്ത്രീകളെ അറിയാമോ? ആ തിരുമുഖം കാണാൻ കുടുംബം പോലും ഉപേക്ഷിച്ച് രാപ്പകലില്ലാതെ മഴയത്തും വെയിലത്തും കിടന്നവരെ അറിയാമോ? അവരാണ് മിസ്റ്റർ പിണറായി, കേരളത്തിന്റെ മുഖം. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പറയുന്ന പരസ്യവാചകത്തിൽ അധ്വാനിക്കുന്ന സാധാരണ തൊഴിലാളി വർഗം. മന്ത്രി കൊച്ചമ്മ വീണ ജോർജ് KCO പ്രവർത്തകർ മാന്തി എന്നും പറഞ്ഞ് നാടകം കളിച്ചപ്പോൾ മാത്രം കേരളത്തിലെ ആശുപത്രിയിൽ ഒരു മന്ത്രി കിടക്കുന്നത് കാണാനുള്ള യോഗം 10 വർഷത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. നിങ്ങളുടെ ആരുടെയും ആരോഗ്യം നശിക്കണമെന്ന് ഞങ്ങൾക്കില്ല. നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിച്ചാട്ടെ. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ഇല്ലാതാക്കിയിട്ട് അവരുടെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് നമുക്ക് മുന്തിയ ചികിത്സയും ആധുനിക സൗകര്യങ്ങളും വേണമെന്ന് പറയുന്നത് ഒരുതരം ഉളുപ്പില്ലായ്മയാണ്. പറയുന്ന സഖാക്കൾ നിങ്ങൾക്കുളുപ്പില്ലെങ്കിലും കേൾക്കുന്ന ഞങ്ങൾക്കുണ്ട് ഉളുപ്പ്. എവിടെ കൊണ്ടുപോയാണ് പിണറായി 38 കോടി ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ മുടക്കിയത്? സാധാരണക്കാരൻ OP ടിക്കറ്റിനും സർക്കാർ ആശുപത്രികളിൽ ഡോക്ടറെ കാണാനും വേണ്ടി ക്യൂവിൽ പകലന്തിയോളം കാത്തു കിടക്കുമ്പോഴാണ് ആ നിൽക്കുന്നവരുടെ ഉൾപ്പെടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങി ആ കാശുകൊണ്ട് നിങ്ങൾ സഖാക്കൾ ഇത്രയും കൂടിയ ചികിത്സ നടത്തിയത്. അങ്ങനെയുള്ള നിങ്ങൾ ആരുടെയെങ്കിലും കുത്തിനെ പിടിച്ച് സർക്കാർ ആശുപത്രികളിൽ പൊതിച്ചോറ് വിതരണം ചെയ്തത് വലിയ കാര്യം. അങ്ങനെയെങ്കിലും ഒരല്പം ചെയ്ത പാപം കുറയട്ടെ. അല്ലെങ്കിൽ എവിടെ കൊണ്ടാണ് തീർക്കുക ഈ പാപങ്ങളൊക്കെ? ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നിങ്ങൾ ഏതൊക്കെ മന്ത്രിമാരാണ് കേരളത്തിൽ ചികിത്സ നടത്തിയത്? നിങ്ങളുടെ വീടുകളിലുള്ള എത്ര പേർക്കാണ് കേരളത്തിലെ ആശുപത്രികളിൽ എന്തെങ്കിലും വിദഗ്ധ ചികിത്സയോ ആശുപത്രി വാസമോ ഉണ്ടായത്? നിങ്ങളിൽ എത്ര പേരുടെ മക്കളാണ് അല്ലെങ്കിൽ പേരക്കുട്ടികളാണ് ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത്? നിങ്ങൾ നടപ്പിലാക്കുന്ന നിങ്ങൾ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന സംവിധാനങ്ങളിൽ പോലും നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എങ്കിൽ എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിപ്പയെയും കൊറോണയെയും നിങ്ങൾ തോൽപ്പിച്ചു എന്ന് ഊറ്റം കൊള്ളുന്നത്? വിരലിലെണ്ണാവുന്ന യഥാർത്ഥ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ 1-2 നേതാക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് നിപയും കൊറോണയും വന്നപ്പോൾ മാളത്തിൽ ഒളിച്ചിരുന്ന വാർത്താ സമ്മേളനത്തിൽ മാത്രം തലപൊക്കിയ പിണറായിയെ ഞങ്ങൾ കേരളത്തിലുള്ളവർ മറന്നിട്ടില്ല. 5 രൂപയുടെ OP ടിക്കറ്റ് 38 കോടി രൂപയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് പിണറായി, അത് മറക്കരുത്.